വെൽക്കം ബാക്ക് ടു റഫീസ് കിച്ചൺ ലാബ്. ഇന്നത്തെ സ്പെഷ്യൽ ചില്ലി ഫിഷാണ്. ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. നെയ്ച്ചോറ്, ഫ്രൈഡ് റൈസ്, ചപ്പാത്തി എല്ലാറ്റിൻ്റെ കൂടെ കഴിക്കാനും നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ്. അപ്പോൾ വൈകാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഇതിനു വേണ്ടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ സോയാ സോസ് എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. സോയാ സോസിൽ ഉപ്പുള്ളത് കാരണം ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സാക്കി കൊടുക്കാം. അല്പം വെള്ളം കൂടി ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കണം. ഞാനിവിടെ 450 ഗ്രാം ചൂരയാണ് എടുത്തിട്ടുള്ളത്. ദശക്കട്ടിയുള്ള ഏത് ഫിഷ് വെച്ചും ഈ ചില്ലി ഫിഷ് തയ്യാറാക്കാം. ഇതിൻ്റെ മസാലയെല്ലാം ഫിഷിൽ നന്നായി പിടിക്കാൻ വേണ്ടി 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഫ്രൈ ചെയ്യുന്നത്. നന്നായി മൊരിയേണ്ട ആവശ്യമില്ല. ഇനി അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു വശം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഫിഷ് എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ നമുക്ക് ചില്ലി തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു മൺചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ബാലൻസ് ഉള്ള എണ്ണ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി അല്പം കറിവേപ്പില, പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ അധികം എരിവില്ലാത്ത 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് വഴന്നതിന് ശേഷം 2 മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സോയാ സോസ് ഇതിൽ 2 പ്രാവശ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഉപ്പിടുക. ഇനി നമുക്ക് ഒരു ചെറിയ capsicum കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഓരോ ടീസ്പൂൺ വീതം ചില്ലി സോസും സോയാ സോസും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. സവാളയൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സവാള എല്ലാം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത ഫിഷ് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം 2 മിനിറ്റും കൂടി ഒന്ന് അടച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ തക്കാളി സോസും ആവശ്യത്തിന് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി 2 മിനിറ്റും കൂടി ഒന്ന് വേവിക്കാം. ഫിഷ് ഉടഞ്ഞു പോകാതെ തന്നെ ശ്രദ്ധിക്കണം.
ഇപ്പോൾ നമ്മുടെ ചില്ലി ഫിഷ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഫിഷ് കഴിക്കാൻ അധിക കുട്ടികൾക്കും മടിയാണ്. പിന്നെ ചില ആളുകൾക്ക് ഫിഷിൻ്റെ സ്മെല്ല് കാരണം കഴിക്കാൻ പറ്റാറില്ല. ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ റെസിപ്പി ഇഷ്ടമായിരിക്കും. നല്ല കിടിലൻ ടേസ്റ്റാണ് ഇതിന്. ഞാനിത് പരീക്ഷിച്ച് നോക്കിയപ്പോൾ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നല്ല റെസിപ്പിയുമായി ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.